FM ഹെൽത്ത് ലൈൻ. ആസ്റ്റർ മെഡ്സിറ്റി FM ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ ആസ്റ്റർ മെഡ്സിറ്റി എറണാകുളം. ആസ്റ്റർ മെഡ്സിറ്റിയിലെ സേവനങ്ങൾക്കും ഡോക്ടർ അപ്പോയിന്റ്മെന്റിനുമായി വിളിക്കുക 8111998098. ഇന്ന് ഈ പരിപാടിയിൽ എൻഡോമെട്രിയോസിസും ആധുനിക ചികിത്സാ രീതികളും ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ആസ്റ്റർ മെഡ്സിറ്റിയിലെ സെന്റർ ഫോർ മിനിമലി ഇൻവേസീവ് റോബോട്ടിക് ഗൈനക്കോളജി വിഭാഗം ലീഡ് കൺസൾട്ടന്റും മേധാവിയുമായ ഡോക്ടർ ഊർമിള സോമനുമായി അഭിമുഖം. ഇന്ന് FM ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത് സ്ത്രീകളിൽ കാണുന്ന എൻഡോമെട്രിയോസിസിനെ കുറിച്ചും അതിന് ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം നൽകുന്ന ചികിത്സാ രീതികൾ എന്നതിനെക്കുറിച്ചുമാണ്. സാധാരണ നമ്മൾ എൻഡോമെട്രിയോസിസ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? സാധാരണ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ലൈനിങ്ങിനെയാണ് നമ്മൾ എൻഡോമെട്രിയം എന്ന് പറയുക. ആ ലൈനിങ് ഗർഭപാത്രത്തിൻ്റെ പുറമേക്ക് വന്ന് അതിൽ ഗർഭപാത്രത്തിൻ്റെ അണ്ഡാശയങ്ങളുടെ പുറത്തും ട്യൂബിൻ്റെ പുറത്തുമൊക്കെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഓരോ സൈക്കിളിൻ്റെ സമയത്തും ആക്ടിവേറ്റഡ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ സാധാരണ എന്താണോ ഗർഭപാത്രത്തിനുള്ളിൽ സംഭവിക്കുന്നത് അതുപോലത്തെ ചേഞ്ചസ് ഈ ടിഷ്യൂസ് വയറിൻ്റെ ഉള്ളിലുണ്ടാക്കും. അങ്ങനെ ഉണ്ടാകുന്ന ഒരു അവസ്ഥേനെയാണ് നമ്മൾ പൊതുവായിട്ട് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് തിക്കൻ ചെയ്യാണ് നമ്മുടെ ഈ അതെ. ആക്ച്വലി ഈ ലൈനിങ് വന്ന് ഇത്തരം അവയവങ്ങളുടെ പുറത്ത് ഡെപ്പോസിറ്റഡ് ആയിട്ട് ഈ സൈക്കിളിൻ്റെ സമയത്ത് ആക്ടിവേറ്റഡ് ആകുമ്പോൾ ഒരുപാട് ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് അവിടെ നടക്കും. അതായത് നമുക്കിപ്പോൾ കുറേ കെമിക്കൽ മീഡിയേറ്റേഴ്സ് അതിലുണ്ട്. അപ്പോൾ പലതരം ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് അവിടെ സംഭവിച്ചതിന് ശേഷം ഇത് ഫൈബ്രോട്ടിക് ഒരു രീതിയിലേക്ക് അതിൻ്റെ സ്കാറിങ്ങും ടിഷ്യൂ ഫൈബ്രോസിസും ഒക്കെ ആയിട്ട് പോയിട്ട് ചുറ്റുമുള്ള അവയവങ്ങളെ, അതായത് സ്ത്രീകളുടെ അവയവങ്ങൾ, അതായത് യൂട്രസ്, ട്യൂബ്, ഓവറി, ഇതെല്ലാം ഇടുപ്പല്ലിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ മുൻവശത്തായിട്ട് മൂത്രസഞ്ചി, അതിൻ്റെ പുറകുവശത്തായിട്ട് വൻകുടൽ ഭാഗങ്ങൾ, ഇങ്ങനെയാണ് നോർമലി അത് സ്ഥിതി ചെയ്യുന്നത്. പെൽവിക് റീജിയൻ ഇതിന് ഇടുപ്പല്ലിൻ്റെ ഉള്ളിലാണ് ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിസീസ് പ്രോസസ്സ് തുടങ്ങുമ്പോൾ ഇത് ഇത്രയും ഒരു ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് വന്ന് ഫൈബ്രോസിസിലോട്ട് വീണ്ടും അത് ആക്ടിവേറ്റഡ് ആയിട്ട് വരുന്ന സമയത്ത് ഇതിന് ചുറ്റുമുള്ള അവയവങ്ങളെല്ലാം അത് ഒട്ടിപ്പിടിക്കാൻ തുടങ്ങും. ആ അവയവങ്ങൾക്കും കൂടെ ഇത് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും. ഇപ്പം ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ദിസ് ഇസ് നോട്ട് ക്യാൻസർ, ഒരു അർബുദം എന്ന രീതിയിൽ ഇതിനെ വിളിക്കാൻ സാധിക്കില്ല. പക്ഷേ അതിനോടൊപ്പമോ അതിനേക്കാൾ ഏറെയോ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് പേഷ്യൻറ്റിന് ഇല്ലാതാക്കുന്ന ഒരു സംഭവമാണ് ഈ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ അസുഖം. അത് പല രീതിയിലാണ് സ്ത്രീകളെ അത് എഫക്റ്റ് ചെയ്യുന്നത്. ഇത് ഭൂരിഭാഗം സ്ത്രീകളിലും ആർത്തവ സമയത്തുള്ള അതിശക്തമായ വേദന എന്നുള്ള രീതിയിലാണ് ഇത് തുടക്കത്തിൽ കാണപ്പെടുക. അതായത് സാധാരണ ആർത്തവകാലത്ത് ഒരു പീരിയഡ് പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരിയഡ്സ് തുടങ്ങുന്നതിന് ഒരു 2 മണിക്കൂർ മുൻപ് തുടങ്ങി വിത്തിൻ ഒരു 2-3 hours കൊണ്ട് അത് സെറ്റിൽ ഡൗൺ ചെയ്യും. ഇതിനെ നമ്മൾ സ്പാസ്മോഡിക് പെയിൻ എന്നാ പറയുക. ഇത് നോർമലി എല്ലാ സ്ത്രീകളും കടന്നു പോകുന്ന ഒരു അവസ്ഥാവിശേഷമാണ്. പക്ഷേ എൻഡോമെട്രിയോസിസിൽ എന്താ സംഭവിക്കുക വെച്ചാൽ ഈ പീരിയഡ് തുടങ്ങുന്നതിന് ഒരു ദിവസം മുമ്പെയോ തൊട്ട് അവർക്ക് വേദനയും അസ്വസ്ഥതകളും ആരംഭിക്കുക. പീരിയഡ് തുടങ്ങിക്കഴിഞ്ഞാലും 2-3 ദിവസത്തേക്ക് അതിശക്തമായ വേദന വരിക. ഈവൻ നമുക്ക് ദൈനംദിന ജോലികൾ ചെയ്യുന്നതിന് പോലും തടസ്സപ്പെടുന്ന രീതിയിലുള്ള ശക്തമായിട്ടുള്ള വേദന വരും. ഈ കണ്ടീഷനാണ് ഡിസ്മെനോറിയ എന്ന് പറയുന്ന പെയിൻഫുൾ മെൻസ്ട്രേഷൻ. പെയിൻഫുൾ മെൻസ്ട്രേഷൻ നോർമലി ഉള്ള സംഗതിക്കാണ് നമ്മൾ ഡിസ്മെനോറിയ, സ്പാസ്മോഡിക് ഡിസ്മെനോറിയ എന്ന് പറയുക. അത് നോർമലാണ്. ഞാൻ ഈ രണ്ടാമത് എക്സ്പ്ലെയിൻ ചെയ്ത തരത്തിലുള്ളതാണ് കൺജസ്റ്റീവ് ഡിസ്മെനോറിയ എന്ന് പറഞ്ഞിട്ട്. അതായത് ഒരാൾക്ക് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും അവരുടെ അസ്വസ്ഥതകളും വേദനയും. അപ്പോൾ ഇത്തരത്തിലാണ് ഇത് ആദ്യം പ്രസന്റ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ സാധാരണഗതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പീരിയഡ് സമയത്തെ വേദന എന്ന് പറയുമ്പോഴത്തേക്കും യൂഷ്വലി വീടുകളിൽ എന്താ ചെയ്യുക, എന്തെങ്കിലും ഒരു പെയിൻ കില്ലർ കഴിക്കുക, അത് കണ്ടിന്യൂ ചെയ്യുക. വീണ്ടും വേദന തുടങ്ങും. ഇത് പീരിയഡിൻ്റെ ഒരു ഭാഗമാണ് ഈ വേദന എന്ന് പറഞ്ഞു കൊണ്ട് നടക്കരുത്. അതിനാണ് ഇത്തരത്തിലുള്ള അവയർനെസ് പ്രോഗ്രാംസ് നമ്മൾ ചെയ്യുന്നത്. ഈ രോഗത്തിന് ഏർലിയറായിട്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാമെങ്കിൽ ഒത്തിരി വിധത്തിൽ സ്ത്രീകളെ നമുക്കത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കാരണം അത്രയ്ക്കധികം അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് മോശപ്പെടും. ഈ വേദന ഈ പീരിയഡ്സിന്റെ സമയത്ത് അതല്ലെങ്കിൽ ആർത്തവ സമയത്ത് മാത്രമേ കാണാറുള്ളൂ, അതോ അതിനുശേഷമോ ഈ വേദന തുടരുമോ? യൂഷ്വലി തുടക്കകാലത്തെല്ലാം ആർത്തവത്തോടനുബന്ധിച്ചിട്ടുള്ള വേദനയായിരിക്കും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസീസ് പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് അടുത്തടുത്തുള്ള അവയവങ്ങളെയും മറ്റ് വയറിൻ്റെ ഉള്ളിലെ പെൽവിക് സ്ട്രക്ചേഴ്സ് പറഞ്ഞു, ഇതേപോലെ തന്നെ ഇതിന് ആവരണം ചെയ്യുന്ന ഒരു ലെയറാണ് പെരിട്ടോണിയം എന്ന് പറയുന്നത്. പെരിട്ടോണിയം എന്നുള്ളൊരു ക്യാവിറ്റിക്കകത്താണ് നമ്മുടെ കുടലും യൂട്രസും എല്ലാ സാധനങ്ങളും കിടക്കുന്നത്. ഇതിന് റിട്രോപെരിട്ടോണിയലി, അതായത് ഈ പെരിട്ടോണിയത്തിൻ്റെ അടിഭാഗത്തിലായിട്ട്
ധാരാളം നെർവ് എൻഡിങ്സ് ഉണ്ട്. അതായത് നമ്മുടെ ഈ കുടലിനും മൂത്രസഞ്ചിക്കും യൂറിത്രയ്ക്കും എല്ലാം സപ്ലൈ പോകുന്ന നമ്മുടെ ഞരമ്പുകൾ, അതിൽ കൂടെയാണ് നമുക്ക് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വഴി അതിൻ്റെ എല്ലാം പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്ന ഒരു നെർവ് ഫൈബേഴ്സാണ്. വളരെ സൂക്ഷ്മമായിട്ടുള്ള ഇതാണ്. അപ്പോൾ ഈ ഡിസീസ് പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് ഈ പെരിട്ടോണിയം കൂടെ ഇൻവോൾവ് ആയിട്ട് ഡീപ്പർ പെൽവിക്സിലേക്ക് പോകുമ്പോഴത്തേക്കും ആ നെർവ് എൻഡിങ്സും എല്ലാം ഈ ഫൈബ്രോസിസും ഇൻഫ്ലമേറ്ററി പ്രോസസ്സിലും ഭയങ്കരമായിട്ട് അത് എഫക്റ്റഡ് ആവും. അപ്പോൾ നിൽക്കാത്ത വേദനയായിരിക്കും പിന്നത്തെ അവസ്ഥ. ഈവൻ മൂത്രമൊഴിക്കുന്നതിനും മോഷൻ ബവൽ മൂവ്മെൻറ്റ്സും എല്ലാം സിവിയർ പെയിൻ ആയിരിക്കും. അവർക്കത് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. പെർട്ടിക്കുലർലി ഡ്യൂറിങ് പീരിയഡ് ടൈം ഇതെല്ലാം അവർ അനുഭവിക്കുന്നുണ്ടാവും. പക്ഷേ ഒരു സ്ത്രീ നിശബ്ദയായിട്ട് ഇത് മുഴുവൻ സഹിക്കേണ്ട യാതൊരു കാര്യമില്ല. ബിക്കോസ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഹെർ കംഫർട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഏകദേശം ഇത് ഏത് പ്രായക്കാരിലാണ് കൂടുതൽ കാണാറുള്ളത്? ഇത് റിപ്രൊഡക്ടറി ഏജ് ഗ്രൂപ്പിൽ വരുന്ന ഒരു സംഭവമാണ്. അതായത് ഒരു മെനാക്കി തൊട്ട് ആർത്തവ വിരാമം വരെയുള്ള പീരീഡിൽ എപ്പോൾ വേണമെങ്കിലും ഇത് സംഭവിക്കാം. ആദ്യ ആർത്തവം മുതൽ തന്നെ ഇത് നമുക്ക് അറിയാൻ കഴിയുമോ? മെനാർക്കി ഡോക്ടർ പറഞ്ഞു. ആദ്യമായിട്ട് ആർത്തവം നമ്മുടെ കാലാവസ്ഥയും ഭക്ഷണക്രമവും ഒക്കെ അനുസരിച്ച് 10 തൊട്ട് 12 വയസ്സ് വരെയാണ് ആദ്യമായിട്ട് നമുക്ക് കുട്ടികൾക്ക് പീരിയഡ്സ് ഉണ്ടാവുന്നത്. ആ സമയത്ത് വലുതായിട്ട് കാണുന്നില്ല. കാരണം ഓരോ സൈക്കിളും ആക്ടിവേറ്റഡ് ആയിട്ട് വരുന്നതനുസരിച്ചാണ് ഇതിൻ്റെ ഡിസീസ് പ്രോഗ്രഷൻ നടക്കുന്നത്. ഇത് ആക്ച്വലി സൈക്ലിക്കലാണ്. അത് ഈസ്ട്രോജൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ആർത്തവ വിരാമത്തോടു കൂടി ഒരു കുറവ് സംഭവിക്കും. പക്ഷേ അപ്പോഴത്തേക്കും ഒരുപാട് ഡാമേജസ് നമുക്കിതിലുണ്ടാകാം. വേദനയല്ലാതെ ഇത് തിരിച്ചറിയാൻ നമുക്ക് വല്ല മാർഗങ്ങളുണ്ടോ? അനുഭവപ്പെടുമോ? അതെ, വേദനയാണ് അധികമായിട്ടും സ്ത്രീകളിൽ അനുഭവപ്പെട്ടു വരുന്ന ആദ്യത്തെ ലക്ഷണം. പിന്നെ വരുന്നത് ആർത്തവത്തിലുള്ള ക്രമക്കേടുകളാണ്. ബ്ലീഡിങ് കൂടുതലായിട്ട് വരിക, ഒരുപാട് ദിവസം നീണ്ടു നിൽക്കുന്ന ബ്ലീഡിങ് ഉണ്ടാകുക, അടുത്തടുത്തുള്ള അവയവങ്ങളെ എല്ലാം എഫക്റ്റ് ചെയ്ത് വരുമ്പോൾ ഇത്തരത്തിലുള്ള എൻഡോമെട്രിയൽ ടിഷ്യൂസ് ഈവൻ അടുത്തുള്ള മൂത്രസഞ്ചി, കുടല് ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ കൂടെ അത് എഫക്റ്റഡ് ആകാം. അപ്പോൾ ഇപ്പോൾ മൂത്രസഞ്ചിയാണ് എഫക്റ്റ് ചെയ്ത് വരുന്നതെങ്കിൽ എപ്പോഴും യൂറിൻ പാസ് ചെയ്യാൻ തോന്നുക. ഈവൻ ടു എ ഹയർ എക്സ്റ്റെൻറ്റ് ഈ ഡിസീസ് പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് ബ്ലാഡറിൻ്റെയൊക്കെ മ്യൂക്കോസൈഡ് അവിടെ വന്നിട്ട് ഈ എൻഡോമെട്രിയൽ ലൈനിങ് വരികയാണെങ്കിൽ ഈവൻ ആർത്തവ സമയത്ത് മൂത്രത്തിൽ കൂടെ രക്തം പോകാനുള്ള സാധ്യത. ഇങ്ങനെ ഇതൊക്കെ അഡ്വാൻസ് ഡിസീസ് സ്റ്റേജസ് ആണ്. ഈ ടിഷ്യൂ വയറിൻ്റെ ഉള്ളിൽ ഏത് ഭാഗത്ത് വേണമെങ്കിലും പോയി ഡെപ്പോസിറ്റ് ആക്കാം. ഞാൻ പറഞ്ഞു തുടങ്ങിയത് യൂട്രസിൻ്റെയും ട്യൂബിൻ്റെ ഓവരുടെ പുറത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന പോലെ തന്നെ കുടലിൻ്റെ പുറത്ത് ഡെപ്പോസിറ്റ് ചെയ്യാം, ബ്ലാഡറിൻ്റെ പുറത്ത് ഡെപ്പോസിറ്റ് ചെയ്യാം, യൂറിറ്ററിൻ്റെ ഭാഗത്തുകൾ പോയി ഡെപ്പോസിറ്റ് ചെയ്യാം, ലിവർ, ഡയഫ്രോപ്പത്തിൻ്റെ അടിയിൽ, ലങ്സിൽ, എവിടെ വേണമെങ്കിലും ഇത് വരാം. എങ്ങനെയാണ് നമ്മളിത് തിരിച്ചറിയുന്നത്? അല്ലെങ്കിൽ ഒരു കൺഫർമേറ്ററി ടെസ്റ്റ് തീർച്ചപ്പെടുത്തുന്ന ഒരു പരിശോധന രീതി എന്താണ്? ഇത്രയും ശക്തമായിട്ടുള്ള പെയിൻ ആയിട്ട് ഫസ്റ്റ് ഒരു ഡോക്ടറെ അടുത്ത് വരുമ്പോഴത്തേക്കും ആക്ച്വലി ഇത് പെയിൻ മാത്രമല്ല, ഇതിൻ്റെ ഒരു ഡിസീസ് സ്പെക്ട്രം എന്ന് നമുക്ക് പറയാം. അതായത് പെയിൻ ആകാം, ആർത്തവത്തിലുള്ള ക്രമക്കേടുകളാകാം, റിപ്രൊഡക്ടറി ഏജ് ഗ്രൂപ്പിൽ ഇൻഫെർട്ടിലിറ്റി, അതായത് വന്ധ്യത പോലെയുള്ള അസുഖങ്ങൾ. കാരണം ഈ ട്യൂബ് ഓവറി എല്ലാം മോശപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ഓവറിയുടെ പുറത്തൊക്കെ ഇത്രയും എൻഡോമെട്രിയൽ ലൈനിങ് വരുന്ന സമയത്ത് ആർത്തവം സംഭവിച്ചാൽ കൂടെ ഓവുലേഷൻ ഉണ്ടാവില്ല. അതിൻ്റെ പുറത്തല്ല ഇത് പറ്റി പിടിച്ചിട്ട് അത്രയും ഒവേറിയൻ ടിഷ്യൂസിന് ഡാമേജ് വരും. അപ്പോൾ അതൊരു സ്പെക്ട്രം ഓഫ് ഇതൊരു ഇൻഫെർട്ടിലിറ്റിക്ക്, വന്ധ്യതയ്ക്കും കാരണമാകാം. അപ്പോൾ തീർച്ചയായിട്ടും വന്ധ്യതയുള്ള സ്ത്രീകളിൽ നമ്മൾ കണക്കുകൾ എടുക്കുമ്പോൾ 30 തൊട്ട് 35% വരെ വന്ധ്യതയുള്ളവർക്കും എൻഡോമെട്രിയോസിസ് ആണ് അതിന് കാരണം. ഒരു ജനറൽ പോപ്പുലേഷനിൽ ഒരു 18-20% ഉണ്ടാകുന്നതെങ്കിലും ഈ ക്രോണിക് ആയിട്ടുള്ള വയറുവേദന, സ്ഥിരമായിട്ടുള്ള വയറുവേദനയുള്ള ആൾക്കാർ, ഇൻഫെർട്ടിലിറ്റി ഉള്ള ആൾക്കാർക്ക്, ഇവർക്കൊക്കെ ഇതിനുള്ള പെർസെൻറ്റേജ് കൂടുതലാണ്, ഇൻസിഡൻസ് കൂടുതലാണ്. അതുപോലെ എൻഡോമെട്രിയൽ ക്യാൻസറിന് ഇത് വഴിതെളിക്കുമോ? എൻഡോമെട്രിയോസിസ് ആസ് സച്ച് ക്യാൻസർ അല്ല, പക്ഷേ അതിൽ എൻഡോമെട്രിയോസിസ് ഉള്ള ആൾക്കാർക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത 1-2% ആണ്. അത് നമുക്ക് ഓവർലുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് യങ്, അതായത് അത്രയും ചെറുപ്പകാലത്താണ് ഈ ഡിസീസ് പ്രോസസ്സ് വരുന്നത്. ഇത് യൂഷ്വലി വയറുവേദനയായിട്ട് വരുന്ന സ്ത്രീകളിൽ ആദ്യം നമ്മൾ പറയുക സ്കാൻ ചെയ്തിട്ട് വരാനാണ് പറയുക. അപ്പോൾ മിക്കവാറും ആ ഒരു റിപ്രൊഡക്ടറി ഏജ് ഗ്രൂപ്പിൽ നമ്മൾ കണ്ടുവരുന്നത് ഓവറിയിൽ സിസ്റ്റ് ആയിരിക്കും. ഇതിന് ചോക്ലേറ്റ് സിസ്റ്റ് എന്നാണ് പറയുക. അതായത് അത്തരത്തിലുള്ള സിസ്റ്റുകളിൽ ഈ എൻഡോമെട്രിയൽ ലൈനിങ് വന്നിട്ട് അതിൽ ഡെപ്പോസിറ്റ് ചെയ്തുണ്ടാവുന്ന സിസ്റ്റുകളിൽ മാസാമാസം പുറത്തേക്ക് പോകുന്ന ബ്ലഡ് എങ്ങനെയോ അതുപോലെ അതിൻ്റെ ഉള്ളിലും ബ്ലീഡ് ചെയ്ത് അത് കളക്ട് ചെയ്യും. അങ്ങനെയാണ് ഈ എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ് അഥവാ ചോക്ലേറ്റ് സിസ്റ്റുകൾ ഉണ്ടാകുക. അപ്പോൾ അതിന് അതിൻ്റേതായ ചികിത്സാ രീതികളും കാര്യങ്ങളും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ സ്കാനാണ് ആദ്യത്തെ ഭാഗം ചെയ്യുക. പിന്നെ ഈ എൻഡോമെട്രിയൽ ട്യൂമർ മാർക്കേഴ്സ് നമ്മളിതിൽ ചെയ്യും. അത് CA-125 എന്നൊരു ട്യൂമർ മാർക്കറാണ് ഇത് ചെയ്യുന്നത്. അതിൻ്റെ വാല്യൂ അനുസരിച്ചാണ് നമ്മളിതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ അപ്രോച്ച് നമുക്ക് ചെയ്യേണ്ടതെന്നുള്ളത് തീരുമാനിക്കുക. എന്താണ് ശരിക്കും ഇതിൻ്റെ ചികിത്സ? എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ്? എന്താണ്, സർജറി ആണോ അതോ? ആക്ച്വലി ഇതിൻ്റെ സ്റ്റേജ് അനുസരിച്ചാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അതുകൊണ്ടാണ് ഏർലി ഡിറ്റക്ഷൻ ഇസ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഏർലി സ്റ്റേജസിൽ ഇപ്പോൾ തുടക്കക്കാർക്ക്
ശക്തമായ വേദന മാത്രമേ ഉള്ളൂ, കാര്യമായിട്ടുള്ള ഒവേറിയൻ സിസ്റ്റുകളോ മറ്റു രീതിയിലുള്ള ഡാമേജസോ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടില്ല എന്ന്. ഇപ്പോൾ അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ലെവൽ ചെയ്യുന്നത് കുറച്ചും കൂടെ നമുക്ക് ക്ലാരിറ്റി, ഏതൊക്കെ ടിഷ്യൂസ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് MRI, സോഫ്റ്റ് ടിഷ്യൂ ഷാഡോസ്, അതാണ് നമുക്ക് ഏറ്റവും കൺക്ലൂസീവായിട്ട് കിട്ടുന്ന ഒരു സംഭവം. പക്ഷേ എൻഡോമെട്രിയോസിസിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇമേജിങ് സ്റ്റഡീസ് വഴി നമുക്ക് കിട്ടുന്ന ഒരു പിക്ചർ, ഇപ്പോൾ സിംറ്റമാറ്റിക്കലി നമുക്കത് കോറിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ശക്തമായിട്ടുള്ള വേദനയും അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകളും, അതായത് ബ്ലാഡർ സിംറ്റംസ്, ബവൽ സിംറ്റംസ് എല്ലാം ഉള്ള ഒരു സ്ത്രീക്ക് നമ്മളിപ്പോൾ ഒരു ഇമേജിങ് സ്റ്റഡി ചെയ്യുമ്പോൾ ചെറിയ ചെറിയ സിസ്റ്റുകൾ ഉണ്ടാകും എന്ന് മാത്രമേ നമുക്കതിൽ കാണാൻ പറ്റുള്ളൂ. ചില കേസസിൽ വലിയ സിസ്റ്റുകൾ ഉണ്ടാകും. അപ്പോൾ ഒരിക്കലും ഒരു സിംറ്റമാറ്റിക് കോറിലേഷൻ നമുക്ക് ഇമേജിങ് സ്റ്റഡീസിൽ കിട്ടാറില്ല. പക്ഷേ ഈ എൻഡോമെട്രിയോസിസ് തന്നെ ഡീപ്പ് ഇൻഫിൽട്രേറ്റിംഗ് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞൊരവസ്ഥയുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെരിട്ടോണിയത്തിൻ്റെ റിട്രോപെരിട്ടോണിയലായിട്ട് ഇത് ഗ്രോ ചെയ്ത് ബവലിൻ്റെ പുറത്ത്, അതായത് കുടലിൻ്റെ പുറത്ത്, മൂത്രസഞ്ചിയിലേക്ക് ഒക്കെ പോയി വളരെയധികം വളർന്നു നിൽക്കുന്ന ആ ഒരു സ്റ്റേജിൽ നമുക്ക് MRI തന്നെ നമുക്ക് ഇതിനുള്ളൊരു ഇതുള്ളൂ. അത്തരം കേസുകളിൽ നമുക്ക് ഒരു ലാപ്രോസ്കോപ്പ് ഇട്ട് ഉള്ളിൽ, അതായത് കീഹോൾ സർജറി വഴി നമുക്ക് ഉള്ളിലിട്ടാൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് എത്ര ഇൻവോൾവ് ചെയ്തിരുന്ന് അറിയാൻ പറ്റുള്ളൂ. ഇതായിരുന്നു ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി ആയിരുന്നു മുന്നൊക്കെ ദി ഡയഗ്നോസ്റ്റിക് ടൂൾ എന്ന് നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. MRI പോലെയുള്ള അഡ്വാൻസ് സ്റ്റഡീസൊക്കെ വന്നതിന് ശേഷം നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. ആ സ്റ്റേജ് അനുസരിച്ചാണ് നമുക്ക് രോഗിക്ക് എന്ത് ട്രീറ്റ്മെൻറ്റാണ് വേണ്ടതെന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. ഒരു 18-19 വയസ്സായിട്ടുള്ളൊരു കുട്ടി ആർത്തവത്തിലുള്ള ക്രമക്കേടുകളും ശക്തമായ വേദനയായിട്ട് വരികയാണെങ്കിൽ നമ്മൾ അതിന് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിലാണ് ഇവരെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. കാരണം ഓരോ സൈക്കിൾ ചെല്ലുന്നതനുസരിച്ചാണ് ഈ ഡിസീസ് പ്രോഗ്രസ് ചെയ്ത് വരിക. അപ്പോൾ ഏർലി ആയിട്ട് ഇവരെ കിട്ടുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ദർസ് എ ടീം ഫോർ ദിസ്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ അവർക്ക് അഡ്വൈസ് ചെയ്ത് കൊടുക്കുക ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ്. അതായത് റൈറ്റ് ഫ്രം ഡയറ്റ് ആൻഡ് എക്സസൈസ്. ഡയറ്റിൽ ഈ കുട്ടികൾക്ക് നമ്മൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ്സ് പറഞ്ഞു കൊടുക്കും. അതായത് ധാന്യങ്ങൾ അടങ്ങിയ ധാരാളം ഫ്രൂട്ട്സും വെജിറ്റബിൾസും അടങ്ങിയ ഭക്ഷണക്രമത്തിലേക്ക് അവരെ കൊണ്ടുവരിക. പ്രത്യേകിച്ച് കാപ്പി പോലുള്ള പദാർത്ഥങ്ങൾ ആഹാരക്രമത്തിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ അഡ്വൈസ് ചെയ്യും. അതേപോലെ തന്നെയാണ് ഈ പ്രോസസ്ഡ് ഫുഡ്, ഇൻഫ്ലമേഷൻ ശരീരത്തിന് ഉണ്ടാക്കുന്ന ആ ഡയറ്റ്സ് എല്ലാം അവോയ്ഡ് ചെയ്യാൻ പറയും. കാരണം ഈ ഡിസീസ് കണ്ടീഷൻ തന്നെ ഒരു ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റ് ആണ്. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരാം എന്നുള്ളതാണ് ആദ്യം പഠിപ്പിക്കുക. നെക്സ്റ്റ് തിങ് ഇസ് ഇതിൽ ഒരു ഇമോഷണൽ കോഷ്യൻറ്റും കൂടെ ഇൻവോൾവ് ആണ്. അതായത് ശക്തമായിട്ടുള്ള വേദന ഇത്രയും നിൽക്കുമ്പോഴത്തേക്കും കുട്ടികൾക്ക് ആ ഒരു പഠിക്കുന്ന കാലത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പലതിലും അവർ പിന്നോട്ടായി പോകും. അതൊരു കാര്യമാണ്. പിന്നെ ഈ വേദന സഹിക്കാന്ന് പറഞ്ഞാൽ ഒരു പീരീഡ് കഴിഞ്ഞിട്ട് അവർ അടുത്ത വേദനയ്ക്ക് വരുന്നതിനുള്ള ഭയപ്പാടിലാണ് കുട്ടികളും. ഒപ്പം തന്നെ മാതാപിതാക്കളും ഇതിലോട്ട് എന്താണ് ഇനി സംഭവിക്കുക എന്നുള്ളൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് പോകും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് മെൻ്റൽ ഹെൽത്ത്, അവരുടെ ഇമോഷണൽ ബാലൻസ് ഇത് കീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് അതിനുള്ള കൗൺസിലിങ്സ് കൊടുക്കും. ആൻഡ് എക്സസൈസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ആ എക്സസൈസസ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. എക്സസൈസ് എവിടെ വെയിറ്റ് റിഡക്ഷനുള്ള എക്സസൈസസ് അല്ല, പെൽവിക് ഓർഗാൻസിലേക്കുള്ള രക്തയോട്ടം കൂട്ടുന്ന തരത്തിലുള്ള യോഗ പോലത്തെ സ്ട്രെച്ചിങ്സ്, പെർട്ടിക്കുലർ രീതിയിലുള്ള കാര്യങ്ങൾ അവരെ പഠിപ്പിക്കും. സോ ദാറ്റ് ആ സമയത്തുള്ള അവരുടെ ആ ഒരു ജേർണി വിൽ ബി ഈസിയർ. അപ്പോൾ ആദ്യമേ നമ്മൾ മരുന്ന് കൊടുത്ത് പെയിൻ കില്ലേഴ്സ് കൊടുത്തല്ല ഇതിനെല്ലാം ട്രീറ്റ് ചെയ്യേണ്ടത്. ദിസ് ഇസ് ഹൗ ഇറ്റ് ഹാസ് ടു ബി. ഇതിൽ അവരുടെ കൂടെ ഇത് ഒരു ദിവസം വന്ന് പിറ്റേ ദിവസം പോകുന്ന ഒരു ഡിസീസ് അല്ല. അതായത് ഇപ്പോൾ ഒരു മുഴ വന്നാൽ നമുക്ക് നിർത്ത് മാറ്റാം. പക്ഷേ ഇത് ശരീരത്തിൻ്റെ ഒരു പ്രത്യേകതരം ഒരു ചേഞ്ചാണ്. ഇത് പലതരം തിയറികൾ പറയുമെങ്കിലും ഇപ്പോഴും പ്രൂവ്ഡ് അല്ല എന്തുകൊണ്ട് ഈ എൻഡോമെട്രിയോസിസ് വരുന്നു എന്നുള്ളത്. അപ്പോൾ അത് ഒരു ലൈഫ് ലോങ് അവരുടെ ഒരു ജേർണിയിൽ അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ആദ്യമേ അത് കണ്ടുപിടിച്ചാൽ അവർക്ക് ചെയ്യാൻ പറ്റുക. ഇത് വെച്ച് തന്നെ ആ ഡിസീസ് പ്രോഗ്രഷൻ നമുക്ക് ഒരുപാട് തടയാൻ സാധിക്കും. പ്രോഗ്രഷൻ അതായത് അടുത്ത സ്റ്റേജിലേക്കുള്ള അതിൻ്റെ മുന്നേറ്റം. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഈ പറയുന്ന ഈ ഹോളിസ്റ്റിക് ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഒക്കെ നമ്മൾ കൊടുക്കുമ്പോഴേക്കും എന്നിട്ടും ചില ഡിസീസസ് മുന്നോട്ട് പോകും. അപ്പോൾ അടുത്ത ലെവൽ എന്താണ് വേണ്ടത്? ഇപ്പോൾ നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട് ഇതിന്. ഹോർമോണൽ സപ്രഷൻ കൊടുത്ത് നമുക്ക് പല രീതിയിലുള്ള കോമ്പിനേഷൻ പിൽസ്, അത് ഇറ്റ്സ് കസ്റ്റം ടൈലേർഡ്. ഒരാൾക്ക് എന്താണോ വേണ്ടത് അതനുസരിച്ചുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. ഇനി ആ സ്റ്റേജിലും നിൽക്കാതെ മുന്നോട്ട് പോകും തോറും ഇൻഫെർട്ടിലിറ്റി, അതല്ലെങ്കിൽ സിസ്റ്റുകൾ വരിക, അല്ലെങ്കിൽ മറ്റ് അവയവങ്ങളെ ബാധിക്കുക, ഇത്തരം കണ്ടീഷനിലോട്ട് കടക്കുമ്പോൾ പിന്നെ മെഡിസിൻസ് നമുക്ക് ഗുണപ്രദമായി വരില്ല. അപ്പോഴാണ് നമ്മൾ സർജറിയെക്കുറിച്ച് ചിന്തിക്കുന്നതും അതിലേക്ക് കടന്നു പോകുന്നതും. അപ്പോൾ ഇത് നമുക്ക് ഡിസീസ് പ്രോഗ്രഷൻ തടയുന്നതിനുള്ള പല കാര്യങ്ങൾക്ക് ശേഷം വരുന്ന ഒരു ഓപ്ഷനാണ് പിന്നെ സർജറിയിലേക്ക്. ഇതിനിടയിൽ ഈ സ്ത്രീ ഒരിക്കൽ ഗർഭവതിയാണെങ്കിൽ ഈ അസുഖം കുറയാൻ സാധ്യതയില്ലേ? ഡെഫിനറ്റ്ലി. ഇങ്ങനെ ഒരു സംഭവം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കുട്ടീനെ ഇങ്ങനെ കൊണ്ടുവരികയാണ്, അതിൻ്റെ ഇടയിൽ ഒരു ഗർഭം ധരിക്കുകയാണെങ്കിൽ ആ 9 മാസവും ഈസ്ട്രോജൻ്റെ അളവ് കുറവാണ്, പ്രൊജസ്ട്രോണാണ് കൂടി നിൽക്കുന്നത്. ആ അവസ്ഥയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഡിസീസിന് ഒരു സപ്രഷനാണ്.
അത് കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞതിന് ശേഷം ഒരു വർഷത്തിന് ശേഷം ഈ സൈക്കിൾസ് ഒക്കെ റെസ്യൂം ചെയ്യുമ്പോൾ മാത്രമേ ഈ ഡിസീസ് കുറേശ്ശെ ആക്റ്റീവായിട്ട് വരുള്ളൂ. പണ്ടൊക്കെ പറയും പ്രഗ്നൻസി ഈസ് എ സോർട്ട് ഓഫ് ട്രീറ്റ്മെന്റ് ഫോർ ദിസ് ഡിസീസ്. പക്ഷേ നമ്മൾ ഈ മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് ഇതുപോലെ തന്നെയാണ്. കമ്പൈൻഡ് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ്, അതായത് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും കൂടി ചേർന്ന ഗുളികകളാണ് നമ്മൾ ഈ സപ്രഷന് വേണ്ടി കൊടുക്കുന്നത്, ഈസ്ട്രോജൻ ആക്ടിവേറ്റ് ആകാതെ സപ്രസ് ആയിട്ടിരിക്കാനായിട്ട്. ഇതാണ് നമ്മൾ പലതരത്തിൽ ടൈലർ ചെയ്ത് പല രീതിയിലുള്ള കോമ്പിനേഷൻസ് ആ കുട്ടിക്ക് ആ അവസ്ഥയിൽ എന്താണോ അതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് അതനുസരിച്ചാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് പാറ്റേൺ മെഡിക്കലി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരിക്കലും ഗർഭവതി ആവാത്ത സ്ത്രീകൾക്ക് ഈ അസുഖം ഉണ്ടെങ്കിൽ അത് എപ്പോഴും വർദ്ധിക്കാനാണ് സാധ്യത അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വന്ധ്യതയുള്ള ആൾക്കാരിൽ ഒരു 30-40% സ്ത്രീകൾക്കും ഈ എൻഡോമെട്രിയോസിസ് ആണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുക. അത്തരക്കാരിൽ പിന്നെ നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്യില്ല, സർജിക്കൽ ഓപ്ഷൻസ് കൊടുത്ത് കറക്റ്റ് ചെയ്ത് നമുക്ക് എന്താണ് ഏറ്റവും നന്നായിട്ട് ഓവുലേഷൻ എങ്ങനെ സംഭവിപ്പിക്കാം എന്നുള്ള രീതിയിലേക്ക് അത് നമുക്ക് പോകും. ഈ സയൻസ് ഒത്തിരി അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഡിസീസ് ഏതായാലും പ്രോഗ്രസ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഓവറിയുടെ ഫംഗ്ഷനെ എഫക്ട് ചെയ്യും. അതായത് ഓവേറിയൻ റിസർവ്, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ഓവറിയിൽ ഇത്ര നമ്പർ ഓഫ് ഫോളിക്കിൾസ് എന്നുള്ളത് അതൊരു ഫിക്സ്ഡ് നമ്പറാണ്. അത് ഓരോ സൈക്കിളിൻ്റെ സമയത്തും പർട്ടിക്കുലർ നമ്പർ ഓഫ് ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ട് അതിൽ നിന്ന് ഒരെണ്ണമാണ് ഊസൈറ്റായിട്ട്. അപ്പം ഈ ഓരോ സൈക്കിളിലും നമുക്ക് ഊസൈറ്റ്സ് നമ്മുടെ ഓവറിയിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അണ്ടാശയത്തിലെ അണ്ടങ്ങളുടെ എണ്ണം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നോർമൽ ഫിനോമിനാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഡിസീസും കൂടെ വരുമ്പോൾ ആ നഷ്ടപ്പെടുന്ന ഫോളിക്കിൾസിൻ്റെ അളവ് കൂടും. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ പേഷ്യൻസിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പം AMH, അതായത് ഓവറിയൻ റിസർവ് അറിയാനുള്ള പ്രത്യേകതരം ടെസ്റ്റുകളുണ്ട്. ആ റിസർവ് കുറവാണെങ്കിൽ ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഈ അതായത് ഈ ഊസൈറ്റ്സ് അണ്ടങ്ങളെ എടുത്തിട്ട് ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് സർജറിക്ക് പോകാനും മറ്റ് ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഈ ഫ്രീസ് ചെയ്ത എഗ്സ് നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ സയൻസ് ഒത്തിരി അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ ഇത് ഓരോ സ്റ്റേജിലും അവരുടെ കൂടെ നിന്നേ നമുക്കിത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഡോക്ടർ പറഞ്ഞു സർജറി ഇതിൻ്റെ ഒരു ഓപ്ഷനാണെന്ന്. എങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ എൻഡോമെട്രിയോസിസ് എന്ന് പറയുമ്പോൾ ആ അസുഖത്തിനുള്ള സർജിക്കൽ ക്യൂർ എന്താണ്? മിനിമലി ഇൻവേസീവ് ഗൈനക്കോളജി എന്ന ഒരു സംഭവം, അതായത് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ എന്നുള്ള നമ്മൾ സാധാരണ പറഞ്ഞു വരുന്നത്. അത് തന്നെ ഈ മിനിമലി ഇൻവേസീവ് ഗൈനക്കോളജി 2 തരത്തിൽ ചെയ്യാം. ലാപ്രോസ്കോപ്പിക്കലി ചെയ്യാം, റൊബോട്ടിക്കലി ചെയ്യാം. ആക്ച്വലി ഇത്തരത്തിലുള്ള ഈ എൻഡോമെട്രിയോസിസിൽ നമ്മൾ ഒവേറിയൻ സിസ്റ്റുകൾ മാറ്റുക, ഒട്ടിപ്പിടിച്ച സംഭവങ്ങൾ വിടർത്തിയെടുക്കുക, ഡീപ്പർ ആയിട്ടുള്ള നെർവ് ഇൻവോൾവ്മെൻറ്റോ അല്ലെങ്കിൽ അവയവങ്ങളുടെ ഇൻവോൾവ്മെൻറ്റോ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യുക. ഇത് നമുക്കൊരു ഓപ്പൺ സർജറി ചെയ്ത് സാധാരണ കണ്ണുകൾ കൊണ്ട് ചെയ്യുന്നതിലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ ടെലസ്കോപ്പ് വെച്ച് നല്ല ക്യാമറ ലൈറ്റ് സോഴ്സ് ഒക്കെ വെച്ച് ചെയ്തു വരുമ്പോൾ ഒരു കംപ്ലീറ്റ് ക്ലിയറൻസ് ഈ ഡിസീസിന് കൊടുക്കാൻ പറ്റും. പർട്ടിക്കുലർലി റൊബോട്ടിക് സർജറിയിൽ നമുക്ക് ഒരു സർജന് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങൾ, അതായത് ഈ പെൽവിസിൻ്റെ ഉൾഭാഗം ഒരു ലിമിറ്റഡ് സ്പേസ് ആണ്. അവിടെയാണ് ഇത്രയും ഒരു പ്രോഗ്രസീവായിട്ടും ഒരു അഡ്വാൻസ് ആയിട്ടുള്ള ഡിസീസ് ഇരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് നോട്ട് എ ക്യാൻസറസ് തിങ്. പക്ഷേ ക്യാൻസർ കോശങ്ങൾ എങ്ങനെയാണോ വളർന്നു വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് ഈ ഫൈബ്രോസിസ് വന്നിട്ടുള്ള ഈ ടിഷ്യൂസ് വന്ന് എല്ലാത്തിനെയും പിടിക്കുന്നത്. അപ്പോൾ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സർജിക്കൽ ടെക്നോളജി വെച്ച് നമ്മളിത് ചെയ്യുകയാണെങ്കിൽ ഇത് റിക്കറൻസ് ഇല്ലാതെയും അത്രയും കൃത്യതയോടെയും പൂർണ്ണതയോടുകൂടിയും ആ സർജറി ചെയ്ത് നമുക്ക് രോഗിക്ക് ഏറ്റവും നല്ല ഒരു ഗുണം കൊടുക്കാൻ സാധിക്കും. ഈ റോബോട്ടിക് സർജറി ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ചോക്ലേറ്റ് സിസ്റ്റുകളെ നമ്മളിപ്പോൾ വന്ധ്യതയുള്ള സ്ത്രീകളിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും മിനിമൽ ടിഷ്യൂ ഡാമേജ്, അതായത് ഓവറിക്ക് ഏറ്റവും കുറഞ്ഞ അളവിലുള്ള ഡാമേജ് ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് ഏറ്റവും കൃത്യതയോടെ ചെയ്തു കഴിഞ്ഞാൽ ഈവൻ ആ ഓവറിയുടെ ഹെൽത്തിനെയും അതിൻ്റെ ആ ഒരു ഫംഗ്ഷനെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്കത് ക്ലിയറർ ആയിട്ടുള്ള സർജറീസ് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതേപോലെ തന്നെയാണ് ഒട്ടിയിരിക്കുന്ന മറ്റ് അവയവങ്ങളെ നമുക്ക് വിടർത്തിയെടുക്കുമ്പോൾ ഈ റൊബോട്ടിക് സർജറിയുടെ ഇൻസ്ട്രുമെന്റ്സും അതിൻ്റെ ആ ഒരു വിഷന്റെ കൃത്യതയും വെച്ച് പേഷ്യന്റിന് അത് സർജറി കൊണ്ടുണ്ടാകുന്ന ആ ഒരു ഡിഫിക്കൽട്ടീസ് എല്ലാം നമുക്ക് ഓവർകം ചെയ്ത് ഏറ്റവും കൃത്യതയോടുകൂടി ഇത് ചെയ്ത് നമുക്ക് രോഗിയെ സുഖപ്പെടുത്താൻ സാധിക്കും. ഒരുപക്ഷെ ഇത്തരം സർജറി ചെയ്തു കഴിഞ്ഞാൽ അന്ന് തന്നെ പേഷ്യന്റിന് വീട്ടിൽ പോകാൻ കഴിയുമോ? തീർച്ചയായിട്ടും. ഇത്രയും എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു ക്ലിയറൻസ്, നമ്മളിതിനെ എൻഡോമെട്രിയോസിസ് ക്ലിയറൻസ് സർജറീസ് എന്നാണ് പറയുക. ഇത്രയും ക്ലിയറൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കൂടെ ആ രോഗിക്ക് അത് ഒട്ടും അനുഭവപ്പെടുകയില്ല. 24 മണിക്കൂറിനുള്ളിൽ അവർക്ക് അവരുടേതായ ആക്ടിവിറ്റീസിലേക്ക് തിരികെ പോകാനും സാധിക്കും. ഇത്തരം സർജറി നമ്മളുടെ വേദന കുറയ്ക്കുന്നു, അതുപോലെ മറ്റ് ബ്ലഡ് ലോസ്, രക്തത്തിന്റെ നഷ്ടം കുറയ്ക്കുന്നു, അതുപോലെ വലിയ സ്കാർ ഒന്നും ഉണ്ടാവുകയില്ല അല്ലേ? ഇത്തരം സർജറിയിൽ ഈ സ്കാർലെസ് കോസ്മെറ്റിക് സർജറി എന്ന് പറയുന്നത് ഏറ്റവും അവസാനമേ വരുള്ളൂ. കാരണം അത്രയും ഒരു ഹെവിയർ സർജറി, ഒരു എക്സ്റ്റെൻസീവ് സർജറിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് എപ്പോഴും ആ ഡിസീസ് കൊണ്ട് ഉണ്ടാകുന്ന ആ ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് മോർബിഡിറ്റി, ആ അവസ്ഥ കൊണ്ട് പേഷ്യൻ്റ് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നും എത്രയും പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ, വിത്തൗട്ട് ഡാമേജിങ്, മറ്റ് അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. FM ഹെൽത്ത് ലൈനിൽ വന്ന് എൻഡോമെട്രിയോസിസിനെ കുറിച്ചും അതിന് ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം നൽകുന്ന ചികിത്സാ വിധികളെയും കുറിച്ച് ഇത്രയും വിശദമാക്കിയതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു.
എൻഡോമെട്രിയോസിസും ആധുനിക ചികിത്സാ രീതികളും. ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ആസ്റ്റർ മെഡ്സിറ്റിയിലെ സെന്റർ ഫോർ മിനിമലി ഇൻവേസീവ് റോബോട്ടിക് ഗൈനക്കോളജി വിഭാഗം ലീഡ് കൺസൾട്ടന്റും മേധാവിയുമായ ഡോക്ടർ ഊർമിള സോമനുമായി ഇതുവരെ സംസാരിച്ചത് MV ശശികുമാർ. ഈ പരിപാടിയുടെ പ്രായോജകർ ആസ്റ്റർ മെഡ്സിറ്റി എറണാകുളം. ആസ്റ്റർ മെഡ്സിറ്റിയിലെ സേവനങ്ങൾക്കും ഡോക്ടർ അപ്പോയിന്റ്മെന്റിനുമായി വിളിക്കുക 8111998098. FM ഹെൽത്ത് ലൈൻ.